അച്ഛന് വട്ടാണോ? എനിക്കാ? വെല്ലിച്ചൻ എന്റെ അമ്മയോട് സഹായം ചോദിച്ചാ? ആ ഞാൻ ചോദിച്ചു. ദേവിനോട് ആരാ പറഞ്ഞേ? അതാ ചോദിച്ചേ, അച്ഛന് വട്ടായോന്ന്. എന്റെ പൊന്നച്ഛ, നിങ്ങൾ രണ്ടുപേരെ എങ്ങനെ രണ്ട് വഴിക്കാക്കാൻ ചിന്തിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ് ഈ കുഞ്ഞമ്മ. ആ കുഞ്ഞമ്മ അച്ഛനെ എങ്ങനെ സഹായിക്കാനാ? അഞ്ജുവിന് ആവണിനോട് മാത്രമേ ദേഷ്യമുള്ളൂ. എന്നെ ഒരിക്കലും അഞ്ജു ചതിക്കില്ല. ഞാൻ സ്വന്തം ചേട്ടനെ പോലെയാണ്. ഈ കാര്യത്തിൽ എനിക്ക് അഞ്ജുവിന് വിശ്വാസമുണ്ട്. ബെസ്റ്റ്. അച്ഛാ, കുഞ്ഞമ്മയും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈ അച്ഛൻ പറയുന്നേ? ഈ വീട്ടിൽ എന്ത് രഹസ്യം നടന്നാലും അഞ്ജു അറിയും. ഒരു ചെറിയ മൊട്ടുസൂചി വീണാ പോലും അഞ്ജു അറിയും. ഇതെങ്ങനെ കിട്ടിയ കഴിവാണെന്ന് എനിക്കറിയില്ല. അപ്പൊ അഞ്ജുവിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. വെല്ലിച്ചൻ ഇപ്പൊ പറഞ്ഞത് ശരിയാ. ഇവിടെ എന്ത് നടന്നാലും അമ്മ അറിയും. അതെങ്ങനെയാണെന്ന് ഒരു പിടുത്തവുമില്ല. അതാണ് അഞ്ജുവിന്റെ കഴിവ്. ഈ കഴിവ് എനിക്കിപ്പോ ആവശ്യമുണ്ട്. മായ ഈ വീട്ടിൽ എന്ത് രഹസ്യം പറഞ്ഞാലും അത് അവൾ എനിക്ക് ചോർത്തി തരും. അതുവഴി ഞാനും ആവണിയും ഒന്നിക്കും. ഇതുവരെ പറഞ്ഞ ഓക്കെയാണ്, പക്ഷെ അവസാനം പറഞ്ഞാണ് ഡൗട്ട്. അമ്മയെല്ലാം ചോർത്തി തരും, പക്ഷെ അമ്മ വഴി നിങ്ങൾ ഒന്നിക്കോ? ഒന്നിക്കും. മോയിക്കോ. അഞ്ജുവിന് ഞാനേ സ്വന്തം ചേട്ടനെ പോലെ. ഏട്ടാ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നാ? എനിക്ക് ഏട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊന്ന് പുറത്തേക്ക് നിന്നേ. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ പറഞ്ഞാൽ മതി, ഞങ്ങൾ എങ്ങോട്ട് പോവില്ല. അവരവിടെ നിൽക്കട്ടെ അഞ്ജു, പറഞ്ഞു. ഏട്ടാ, ഏട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തോന്നുന്നു. ആ മായമ്മ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഏട്ടൻ പറഞ്ഞതുപോലെയുള്ളതൊന്നും ഇതുവരെ അവരുടെ വായിന്ന് വീണില്ല. അങ്ങനെ എന്തെങ്കിലും വീണ അപ്പ ഞാൻ റെക്കോർഡ് ചെയ്യും. ഇനി എന്തേലും ഉണ്ടേ ഞാൻ ഏട്ടനോട് പറയട്ടാ. എന്നാ ശരി. ഇപ്പൊ വിശ്വാസമായ അവൾ ആരെ പറ്റിച്ചാലുവേ എന്നെ പറ്റിക്കില്ല. അച്ഛാ, ഞങ്ങളിപ്പോ വരാം, വാ. കുഞ്ഞമ്മ, എന്താ? കുഞ്ഞമ്മ ശരിക്കും അച്ഛനെ സഹായിക്കാൻ തീരുമാനിച്ചോ? സഹായിക്കും സഹായിക്കും. ഒന്ന് പോവണേ, എനിക്ക് ഭ്രാന്താണ്. നിന്റെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ചുമ്മാ തട്ടിവിട്ടല്ലേ സഹായിക്കുന്നൊക്കെ. അപ്പൊ മായമ്മ എന്തോ ഒളിപ്പിക്കണ്ടെന്ന് പറഞ്ഞതോ? പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. ദേവു, ഞാൻ പറഞ്ഞതൊക്കെ നീ ഇവരോടൊക്കെ പറഞ്ഞോ? ഇല്ല അമ്മ. എനിക്കറിയാം നീ പറഞ്ഞെന്ന്. അതാ മൂന്നും കൂടി എന്നെ പിടിച്ചു നിർത്തി ഓരോന്ന് ചോദിക്കുന്നത്. എന്നെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടാമോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്കൊന്നും ഒരു താല്പര്യവും ഇല്ല, എന്നെ വിശ്വാസം ഇല്ല. അപ്പൊ കണ്ടാ, ഏട്ടൻ എന്നെ നല്ല വിശ്വാസം. പിന്നെ അച്ഛനെ സഹായിച്ചൂടെ? ആ പിന്നെ എനിക്ക് അതാണല്ലോ പണി, നിന്റെ അച്ഛനും അമ്മേനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി. എല്ലാം നോക്കിയിരുന്നാ മതി. ഒന്ന് പോടാ ചക്ക. ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മേനെ വിശ്വസിക്കരുതെന്ന്. വാ ചേച്ചി, നമുക്ക് വെല്ലിച്ചനോട് പറഞ്ഞ് മനസ്സിലാക്കാം. ദേവു, അച്ഛനോട് പറഞ്ഞ അച്ഛൻ മനസ്സിലാവാനൊന്നും പോകുന്നില്ല. അത്രയ്ക്കും വിശ്വാസമില്ല അനിയത്തിയെ. അച്ഛന് നമ്മളെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ കുഞ്ഞമ്മയെ കൂട്ടുപിടിച്ചത്. അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊന്നും ചെയ്തില്ല. അതുകൊണ്ട് അച്ഛൻ ഈ തീരുമാനം എടുത്തത്. പക്ഷേ നമ്മൾ തോറ്റു കൊടുക്കരുത്. സത്യം നമ്മൾ കണ്ടെത്തണം.